Dear students, here we are going to analyze an important part of our syllabus, that is conditions of the working class in England. We are already go through the industrial and agrarian revolutions that took place in England. Then, what about the working class in England? Urbanization, അല്ലേ? ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായിട്ട് അഗ്രറി ലൈഫിൽ നിന്നും ഇൻഡസ്ട്രിയൽ ലൈഫിലേക്ക് മാറിയിട്ടുള്ള ഒരു ജനതയാണ് നമ്മൾ ഇംഗ്ലണ്ടിൽ കാണുന്നത്. ഒരു റൂറൽ ലൈഫിൽ നിന്നും ഒരു അർബൻ ലൈഫിലേക്കുള്ള മാറ്റം, അല്ലേ? പൂർണ്ണമായും ഫാമിങ്ങും അതുപോലെയുള്ള അഗ്രറിയൻ ഫെസിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ അങ്ങനെ വളർന്നിട്ടുണ്ടായിരുന്ന ഒരു ജനതയുടെ ഇടയിൽ മെഷീൻസ് വരുന്നു. പ്രൊഡക്ഷൻ, അല്ലെ? ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനുവേണ്ടി ഫാക്ടറീസ് ഉണ്ടാക്കുന്നു. ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി വർക്കിംഗ് പീപ്പിൾസിനെ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ ഒരു പെട്ടെന്നുള്ള ഒരു ചേഞ്ച്, അല്ലെ? അത്രയും കാലം പൂർണ്ണമായും കൃഷിയെ ആശ്രയിച്ച് ജീവിച്ചിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ പെട്ടെന്ന് ഉണ്ടായ ഒരു ചേഞ്ചാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ തന്നെ അതോടൊപ്പം തന്നെയുള്ള ഒരു ഇമ്പാക്റ്റ് ആയിട്ട് നമുക്ക് ഏർബനൈസേഷനെയും കണക്കാക്കാം. ഇറ്റ്സ് എ ഏർലി ഇംഗ്ലീഷ് ഇൻഡസ്ട്രിയൽ ടൗൺ. സ്റ്റാഫോർഡ്ഷയറിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ ടൗൺ ആണ് ഇവിടെ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. The shift from rural to city life. Factory growth bring people looking for work to cities. ജനങ്ങളെ സിറ്റീസിന് വേണ്ടി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഫാക്ടറി സിസ്റ്റം സജ്ജമാക്കി. Cities grew near energy sources, coal and water. ഈ സിറ്റീസ് എവിടെയാണ് വളർന്നു വന്നിട്ടുള്ളത്? സിറ്റീസ് എന്തിനെ കേന്ദ്രമാക്കിയിട്ടാണ് വളർന്നിട്ടുള്ളത്? എനർജി സോഴ്സസ്, അതായത് ഫാക്ടറീസ് വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ എവിടെ സുലഭമായി ലഭിക്കുന്നു അവിടെയാണ് സിറ്റീസ് വളർന്നു വന്നത്. കോൾ ആൻഡ് വാട്ടർ ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങളിലായിരുന്നു സിറ്റീസ് വളർന്നു വന്നത്. സിറ്റീസ് ഡബിൾ ഓർ ഈവൻ ട്രിപ്പിൾ ഇൻ സൈസ്. കണ്ടീഷൻസ് ഓഫ് ദി വർക്കിംഗ് ക്ലാസ്. വർക്കിംഗ് കണ്ടീഷൻസ്. ഫാക്ടറി സിസ്റ്റം. 14-hour work days, 6 days a week. അതായത് ഒരാഴ്ചയിൽ 6 ദിവസം വർക്ക് ചെയ്യണം. ഒരു ദിവസം എത്ര വർക്ക് ചെയ്യണം? 14 മണിക്കൂർ വർക്ക് ചെയ്യണം. അൺസേഫ് വർക്കിംഗ് കണ്ടീഷൻസ്. ഡേഞ്ചറസ് മെഷീനറി. ലിറ്റിൽ വെന്റിലേഷൻ, അതായത് വെന്റിലേഷൻ ഒന്നും ധാരാളമായി ലഭിക്കാത്ത സ്ഥലത്തായിരുന്നു ഇവര് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അൺസേഫ് ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ചൈൽഡ് ലേബർ, കുട്ടികളെ കൊണ്ട് വർക്ക് ചെയ്യിച്ചിരുന്നു. ലോ വേജസ്, വളരെ തുച്ഛമായ ശമ്പളം മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, കൂലി മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഹാർഷ് പണിഷ്മെന്റ്സ്, അതായത് ഒരാൾക്ക് ഏൽപ്പിച്ച വർക്ക് കൃത്യമായി ചെയ്തില്ല എങ്കിൽ, അവർക്ക് പറഞ്ഞിട്ടുള്ള അത്രയും ടൈം ചെയ്തില്ല എങ്കിൽ, അവർ ചെയ്തില്ല എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു എങ്കിൽ ദേ ഹാവ് ടു ടോളറേറ്റ് ഓൾ ദീസ് പണിഷ്മെന്റ്സ്. നോ ലോസ് ടു പ്രൊട്ടക്ട് വർക്കേഴ്സ്. വർക്കേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യാതൊരുവിധ നിയമവും പാസ്സാക്കിയിട്ടുണ്ടായിരുന്നില്ല, നിയമം ഉണ്ടായിരുന്നില്ല. അതായത് മുതലാളിയുടെ കീഴിൽ അടിമപ്പണി എടുക്കുകയായിരുന്നു ശരിക്കും ഈ വർക്കിംഗ് ക്ലാസ് പീപ്പിൾസ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ദെൻ മൈൻഡ് നമ്പറിങ്, റിപ്പീറ്റേറ്റീവ് വർക്ക്, ഒരേ വർക്ക് തുടർച്ചയായി ചെയ്യണം. ഫാക്ടറി സിസ്റ്റം. ഇപ്പം നിങ്ങൾ മോഡേൺ ടൈംസ് എന്ന് പറഞ്ഞിട്ട് ചാർലി ചാപ്ലിൻ്റെ ഒരു സിനിമയുണ്ട്. അപ്പം ശരിക്കും ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഒരു ഇമ്പാക്റ്റ് മനസ്സിലാക്കണമെങ്കിൽ ആ ഫിലിം ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അതിൽ ചാർലി ചാപ്ലിൻ ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ നട്ടും ബോൾട്ടും മുറുക്കുന്നതാണ് ചാർലി ചാപ്ലിൻ്റെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഇത് തുടർച്ചയായി പറയുന്ന റിപ്പീറ്റേറ്റീവ് വർക്ക് പറയുമ്പോഴാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ റിപ്പീറ്റേറ്റീവ് വർക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും അത് ചെയ്ത് നോർമൽ ലൈഫിൽ പോലും അങ്ങനെ തന്നെ ഈ കൈയുടെ മൂവ്മെന്റ് സെയിം ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ എവിടെയും നട്ടും പോയിട്ട് എവിടെ കാണുന്നു അപ്പോൾ അത് മുറുക്കാൻ പോകുന്ന ആ ഒരു മെന്റാലിറ്റിയെ തന്നെ അത്രത്തോളം ഒരാളെ ബാധിച്ചിരുന്നു എന്നതാണ് ആ ഫിലിമിലെ കൂടി
നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മോഡേൺ ടൈംസ് എന്നാണ് ബുക്കിന്റെ ഫിലിമിന്റെ പേര്. ദെൻ ദി ലിവിങ് കണ്ടീഷൻസ്, ഓവർ ക്രൗഡഡ്, ഡേർട്ടി, വൺ റൂം ടെനിമെന്റ്സ്. അത് തിങ്ങി നിറഞ്ഞിട്ടാണ് ഇവർ ജീവിച്ചിരുന്നത്. അതും ഡേർട്ടി, അതായത് ഇപ്പോ നമ്മൾ പറയില്ലേ, ഇപ്പോഴും നമ്മൾ തമിഴ്നാട്ടിലോ അതുപോലെയുള്ള, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന സ്ഥലങ്ങളിൽ അതിന്റെ ഒരു വേറൊരു പാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ചേരി പ്രദേശമായിരിക്കും അല്ലെ. ഒറ്റ മുറിയിലെ വീടുകളും ഒരുപാട് ആൾക്കാരും ഒക്കെ നമ്മൾ ഇപ്പോഴും നമ്മൾ എവിടെയെങ്കിലും ട്രെയിനിലോ അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് കാണുന്നുണ്ടാവും. അതുപോലെ തന്നെ ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള ഡേർട്ടി ആയിട്ടുള്ള റൂംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നോ റണ്ണിങ് വാട്ടർ, അവർക്ക് ശുദ്ധമായ വെള്ളം കുടിക്കാനുണ്ടായിരുന്നില്ല. ലാക്ക് ഓഫ് സാനിറ്റേഷൻ, ദെൻ ലാക്ക് ഓഫ് സാനിറ്റേഷൻ വിച്ച് റിസൾട്ടഡ് ഇൻ പൊല്യൂഷൻ ആൻഡ് നോ സെവേജ് സിസ്റ്റം. ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ലഭ്യമായിരുന്നില്ല. ലോവർ ലൈഫ് എക്സ്പെക്ടൻസി ഇൻ ദി സ്ലംസ്. ഓഫ് കോഴ്സ് അല്ലേ, ഈ ഒരു ലിവിങ് കണ്ടീഷൻ ആണെങ്കിൽ ലൈഫ് എക്സ്പെക്ടൻസി എന്തായാലും ലോവർ ആയിരിക്കും അല്ലെ, നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഫാക്ടറി ലൈഫ്, കുട്ടികൾ പണിയെടുക്കുന്നുണ്ടോ, മീൻസ് ചൈൽഡ് ലേബർ. ചെറിയ കുഞ്ഞുങ്ങളൊക്കെ, ഇതിപ്പോ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന പിക്ചേഴ്സ് ആണ്, അതായത് നടന്നിട്ടുള്ള പിക്ചേഴ്സ് ആണ്. ചെറിയ കുഞ്ഞുങ്ങളൊക്കെ, അതായത് ഈ അമ്മമാര് പണിയെടുക്കാൻ വരുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ ആക്കാൻ സ്ഥലമില്ല, അപ്പൊ ഈ ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ ഫാക്ടറിയിലേക്ക് കൊണ്ടുവരും. അതൊക്കെ എത്രത്തോളം അപകടം പിടിച്ച കാര്യമാണെന്ന് നമ്മൾ നോക്കണം. Then here also child labor. Why do you think factories wanted to hire children? എന്തുകൊണ്ടായിരിക്കും കുട്ടികളെ പണിയെടുപ്പിച്ചിട്ടുണ്ടാവുക? അവിടെയും അവരുടെ പ്രോഫിറ്റ് മാത്രമായിട്ട് ആയിരിക്കും ഈ ക്യാപിറ്റലിസ്റ്റ് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. ഫസ്റ്റ് വൺ, ചീപ്പർ, ഭേദം ലെസ് ദാൻ അഡൾട്ട്സ്. അഡൾട്ട്സിനെക്കാളും ചെറിയ എമൗണ്ട് ആണ് ഇവർക്ക് കൂലിയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ദേ ഹാവ് ടു വർക്ക് അല്ലെ, അവർ വർക്ക് ചെയ്യണം, പക്ഷെ അഡൾട്ടിനെക്കാളും ചെറിയ കൂലിയാണ് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സ്മോൾ ഇനഫ് ടു ക്രോൾ അണ്ടർ മെഷീനറി ആൻഡ് ടു വർക്ക് ഇൻ കോൾ മൈൻസ്. എന്താ, ഇവര് ചെറിയ കുട്ടികളല്ലേ, ഈ മെഷീനറീസിന്റെ ഇടയിൽ കൂടിയൊക്കെ പണിയെടുക്കാനും അതുപോലെ കോൾ മൈൻസിലൊക്കെ പണിയെടുക്കാനും ഇവരുടെ ശരീരം അവർ യൂസ് ചെയ്തു. മീൻസ് ചെറിയ കുട്ടികളാവുമ്പോൾ അതിനിടയിൽ കൂടിയൊക്കെ കയറി പോകാനും ചെയ്യാനും ഒക്കെ പറ്റും. ഈസി ടു ബിലി intimidate them. Adults were bigger, so they were less afraid. A children's home in London for kids who lost limbs working in the factories of mines. അല്ലെ, എന്ത് ദാരുണമായിട്ടുള്ള കാര്യമാണ് നമ്മൾ കാണുന്നത്. എ ചിൽഡ്രൻസ് ഹോം എന്തിനു വേണ്ടിയിട്ടത്? who lost, for the kids who lost limbs working in the factories or mines. ഫാക്ടറീസിലും മൈൻസിലും വർക്ക് ചെയ്യുന്ന സമയത്ത് ലിംസ് നഷ്ടപ്പെട്ടിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചിൽഡ്രൻസ് ഹോമാണ് ഈ കാണുന്നത്. ദെൻ ബ്രേക്കർ ബോയ്സ് സെപ്പറേറ്റ് ഇമ്പ്യൂരിറ്റീസ് ഇൻ ദി കോൾ ബൈ ഹാൻഡ് ഫോർ 12 to 14 hours a day. What do you think is the meaning of this political cartoon? What is it depicting? എന്താ ഇതിൽ കാണിക്കുന്നത്? Yes, he is a capitalist and he tried to eat the children's and maximum utilization of the children's. Okay, അവർക്ക് എഡ്യൂക്കേഷൻ ഇല്ല, സാനിറ്റേഷൻ, അതായത് നല്ല സാനിറ്റേഷൻ ഇല്ല, ഇല്ല ഫുഡ് ഇല്ല. ബട്ട് ചെറിയ കുട്ടികളെ വെച്ച് ഇവര് ലാഭം കൊള്ളുകയാണ്. What is the message of this picture? What does this cartoon represent? What does this tell you about living conditions in industrial cities? Industrial cities അവിടുത്തെ വർക്കിംഗ് ക്ലാസിന്റെ ഒരു ലിവിങ് കണ്ടീഷൻ കാണിക്കുന്ന ഒരു കാർട്ടൂൺ ആണ്, ഒരു പിക്ചർ ആണിത്. The important threats to health.
During the first decades of Victoria's reign, baths were virtually unknown in the poorer districts and uncommon anywhere. അത് കുളി എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല. മോസ്റ്റ് ഹൗസ് ഹോൾഡ്സ് ഓഫ് ഓൾ എക്കണോമിക് ക്ലാസ് സ്റ്റിൽ യൂസ്ഡ് പോട്ട്സ്. ബാത്റൂംസ് വിത്ത് ഫ്ലഷ് ടോയ്ലറ്റ്സ് വെയർ റെയർ. Sewers were flat bottoms, and because drains were made out of stone, seepage unconsiderable. If, as was often the case in cities, streets were unpaved and they might remain ankle deep in mud and human waste. Okay? അവരുടെ ഹെൽത്ത് എത്രത്തോളം പുവറായിരുന്നു, അവരുടെ സാനിറ്റേഷൻ എത്രത്തോളം പുവറായിരുന്നു, എത്രത്തോളം ഡേർട്ടി കണ്ടീഷനിലായിരുന്നു അവര് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. Industrial society, social classes. Industrial revolution brought new social classes. Factories brought wealth to a new rich middle class. Wealthy merchants and factory owners. ഈ factory ഓണേഴ്സും wealthy merchantsഉം കൂടി ഒരു പുതിയ social class ആയിട്ട് രൂപപ്പെടുകയാണ്. They were the rich middle class and upper middle class. Upper middle classൽ ആരാ വരുന്നത്? Government employees, doctors, lawyers, managers. Lower middle class, factory overseers and tool makers. Wealth did not trickle down to the lower classes. Lower class workers remained in poverty while middle class got richer. അല്ലെ, lower class എപ്പോഴും ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത്. The wealth did not trickle down to the lower classes, and here middle class got richer. Resentful mobs rioted. Factory system നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. First adopted in England in the 1750s as a method of manufacturing, involved mass producing goods by machines usually run by water or steam, featured low and unskilled workers running machines or moving materials, lowered cost of goods. Between 1800 and 1850, Parliament passed a series of laws to regulate factory work. Many of these laws focused on protecting children working in factories and set limits on the amount of hours that children could work in factories. The Factory Act of 1850, for example, limited the weekly hour that children could work to 60 and daily hours to 10.5. Okay, 14 മണിക്കൂർ എന്നുള്ളത് കുട്ടികളുടെ വർക്കിംഗ് അവർ വെട്ടിക്കുറച്ചു. ഫാക്ടറി ആക്ട് in 1850. Throughout this period, several commissions investigated working conditions in factories. ഒരുപാട് കമ്മീഷൻസ് ഒക്കെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഫാക്ടറികളിൽ. Politicians, academics, doctors and other public figures wrote books, pamphlets, speeches and newspapers articles in support of or against regulating the country's growing factory system. അപ്പോൾ കൺട്രീസിന്റെ ഗ്രോയിങ് ഫാക്ടറി സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പൊളിറ്റീഷ്യൻസും അക്കാദമിക്സും ഡോക്ടേഴ്സ് അതുപോലെ പബ്ലിക് ഫിഗേഴ്സ് ഒക്കെ ഒരുപാട് ബുക്സും പാംലെറ്റ്സും സ്പീച്ചസും ന്യൂസ് പേപ്പേഴ്സ് ആർട്ടിക്കിൾസും ഒക്കെ നടത്തിയിട്ടുണ്ട്. Were textile factories bad for the health of English workers? Textile factories. എത്രത്തോളം ഇംഗ്ലീഷ് വർക്കേഴ്സിന്റെ ഹെൽത്തിനെ ബാധിച്ചിട്ടുണ്ട്? ഇത്രയാണ് നമ്മളെ വർക്കിംഗ് ക്ലാസ് പീപ്പിൾസിന്റെ കണ്ടീഷൻസിനെ കുറിച്ച് പഠിക്കുക. അപ്പോൾ വർക്കിംഗ് ക്ലാസ് പീപ്പിൾസിന്റെ കണ്ടീഷൻസ് പറയാം, ദെൻ ഫാക്ടറി സിസ്റ്റത്തിൽ കൂടി അതിൽ ഉൾപ്പെടുത്തുക. കാരണം അവർക്ക് സപ്പോർട്ടായിട്ട് ഇതുപോലെ സോഷ്യൽ, അതായത് പബ്ലിക് ഫിഗേഴ്സ് ഒക്കെ സ്പീച്ചസും ന്യൂസ് പേപ്പേഴ്സ് ആർട്ടിക്കിൾസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. കൂടാതെ ഫാക്ടറി ആക്ടിന്റെ 1950 ഫാക്ടറി ആക്ട് പ്രകാരം കുട്ടികളുടെ വർക്കിംഗ് അവർ വെട്ടിക്കുറച്ചിട്ടും ഉണ്ട്. ഇതൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ട് വേണം വർക്കിംഗ് ക്ലാസ് പീപ്പിൾസിന്റെ കണ്ടീഷൻസ് ചോദിക്കുന്ന സമയത്ത് എക്സാമിന് ആൻസർ എഴുതുന്നതിന് വേണ്ടി.